കാബേജ് തോരൻ അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമൊന്നുമല്ല. പക്ഷെ സദ്യയിലെ മെയിൻ ഐറ്റംസിൽ പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒന്നാണ് നമ്മുടെ കാബേജ് തോരൻ. സദ്യയിൽ ഉണ്ടാക്കുന്ന കാബേജ് തോരൻ പലർക്കും ഇഷ്ടമാണെങ്കിലും വീട്ടിലുണ്ടാക്കുന്നത് പലരും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ഇവിടെ രാഹുലേട്ടന് സദ്യയിൽ ഉണ്ടാക്കുന്ന കാബേജ് തോരനും താല്പര്യമൊന്നുമില്ല. അങ്ങനെ തേങ്ങ ഒന്നും ഇട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതും താല്പര്യമില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതി മാറ്റി പിടിച്ച് നോക്കിയപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കാബേജ് തോരൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരു പാനിൽ നമ്മുടെ നോർമൽ ഓയിൽ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ചെറിയ പീസസ് ആയി കട്ട് ചെയ്തിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചോപ്പറിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ക്യാബേജ് തോരന്റെ മെയിൻ ഹൈലൈറ്റ് പെപ്പർ പൗഡർ ആണ്. സോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയാണോ ഉള്ളതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല ഉണക്കിയ കുരുമുളക് ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. കുറച്ച് ഒരു 3 to 5 മിനിറ്റ്സ് നമ്മൾ കൈയെടുക്കാതെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ആ കുരുമുളക് അതിൽ ക്യാബേജിൽ പിടിക്കണം. അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനായിട്ട്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ടേസ്റ്റ് ഒരു കോംപ്രമൈസും ഇല്ല. ക്യാബേജ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ക്യാബേജ് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. സാൾട്ടും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അടച്ചു വെക്കാനായിട്ട് മറക്കരുത്. ആ ഒരു ആവിയിൽ ഇരുന്ന് വേണം അത് വേവാനായിട്ട്. ഇതിലൊരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാണ് കേട്ടോ.